കടന്നു വന്ന എല്ലാവർക്കും വന്ദനം പറയുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ച കൂടെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാനിടയായി. ഇന്ന് പകൽ തുറന്നുള്ള നിമിഷങ്ങൾ നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഉയരത്തിലെ അനുഗ്രഹങ്ങൾ, നന്മകൾ കർത്താവ് ധാരാളമായി നമ്മുടെ മേൽ പകരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വായിച്ച സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഒരു വാക്കിൽ ഓർപ്പിച്ചുകൊണ്ട് ഒരു ചിന്ത ദൈവമക്കളുടെ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അടുത്തോട് വായിച്ചോളൂ. മതി. 120 മുതൽ 134 വരെയുള്ള 15 സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതങ്ങൾ എന്ന തലക്കെട്ടിൽ നമുക്കറിയാം. യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ ഇവർ പാടിയിരുന്ന പാട്ടുകളാണ്. ദാവീദാണ് ഇതിൻ്റെ എഴുത്തുകാരനെന്ന് പൊതുവെ പറയപ്പെടുന്നു. എന്തായാലും തലക്കെട്ടിലൊന്നും കാണുന്നില്ല. ആരെങ്കിലും ആകട്ടെ. എന്തായാലും ആ ഭക്തൻ ഒന്നാം വാക്യത്തിൽ പറഞ്ഞ വാക്ക് നമുക്ക് ശ്രദ്ധിച്ചപ്പോൾ യഹോവയുടെ ആലയത്തിൽ, വായിച്ചോളൂ. യഹോവയുടെ ആ ഭക്തന്റെ ജീവിതത്തിന്റെ ഒരു സന്തോഷം. ഒന്നാം വാക്യം നമ്മൾ വായിച്ചത് യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പം, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞ സഭായോഗത്തിന് പോകാമെന്ന് കേട്ടപ്പം സന്തോഷമുണ്ടായെന്ന്. യഥാർത്ഥ ഒരു ഭക്തന്റെ ലക്ഷണമായത്. ഞായറാഴ്ചയാണല്ലോ, പോകാതിരിക്കുന്നത് എങ്ങനാ? പോയേക്കാം എന്ന് ചോദിക്കേണ്ട, മനസ്സിൽ ചിന്തിച്ചാൽ അതൊരു ഭക്തന്റെ ലക്ഷണമല്ല. നിർബന്ധത്തിന് ആരെയോ ബോധിപ്പിക്കാൻ വരുന്നൊരു വരവാകാം. എന്നാൽ ഇവിടെ ആ സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചല്ലോ. യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആലയത്തിൽ ചെന്ന അവളെ സന്തോഷം, ദൈവ സാന്നിധ്യത്തിന്റെ സന്തോഷം, ആലയത്തിന്റെ സന്തോഷം അനുഭവിപ്പാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യത. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എവിടെയോ എൻ്റെ ആത്മീയ ജീവിതത്തിന് പുഴുക്കുത്തു നേരിട്ടിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞോണം. ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ അകത്തെ മനുഷ്യൻ എവിടെയോ ക്ഷീണം തട്ടിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഈ ഭൗതിക നമ്മുടെ ശരീരത്തിൽ, മൺശരീരത്തിൽ നമ്മൾ ആഹാരം കഴിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുന്നത്. എന്നാൽ ചില രോഗം വരുമ്പോൾ, ചില കഠിനമായ പനിയോ മറ്റു ചില രോഗങ്ങളോ വരുമ്പോൾ എത്ര ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടിയാലും നമ്മളെന്താ പറയും? വേണ്ട, വിശപ്പില്ല. ഈ വിശപ്പില്ലായ്മയുടെ അർത്ഥം എന്താ? ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്ന് അവർ പെട്ടെന്ന് പറയും രോഗമുണ്ട്, അതിന്റെ ലക്ഷണമാണ്. വിശപ്പില്ലായ്മ രോഗത്തിന്റെ ലക്ഷണമാണെങ്കിൽ ആത്മീയ ഭക്ഷണം കഴിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, ആത്മീയമായ ആഹാരം കഴിക്കാൻ എനിക്കൊരു വിശപ്പില്ലെങ്കിൽ, ആത്മീയ വിഷയത്തിൽ എനിക്കൊരു സന്തോഷമില്ലെങ്കിൽ അതിന്റെ അർത്ഥം എൻ്റെ ആത്മീയ മനുഷ്യന് ഇവിടെ രോഗം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ രോഗിയാ. നമ്മൾ അംഗീകരിക്കണം, തിരിച്ചറിയണം. ദൈവസന്നിധിയിൽ ഒരു വ്യക്തിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആള് രോഗിയാ. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചോണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രുചികരമായ നിങ്ങൾക്കിഷ്ടപ്പെട്ട ആഹാരം മുമ്പിൽ വരുമ്പോഴും ഭക്ഷിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളെ ഒരു മടുപ്പുളവാക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഒരു രോഗമുണ്ടെന്ന. അങ്ങനെയെങ്കിൽ ആത്മീയ ഭക്ഷണം കഴിക്കുവാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് എവിടോ ആത്മീയ രോഗമുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് അത് ചികിത്സിക്കണം. അതിന് വൈദ്യശാസ്ത്രത്തിന്റെ അടുക്കലല്ല പോകേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധമാവിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുക, കർത്താവേ, എനിക്ക് ആത്മീയമായി സന്തോഷിക്കാൻ കഴിയുന്നില്ല, ആനന്ദിക്കാൻ കഴിയുന്നില്ല, പാട്ടുപാടാൻ കഴിയുന്നില്ല, ആരാധിക്കാൻ കഴിയുന്നില്ല, വചനം വായിക്കുമ്പോൾ ആ വചനത്തിൽ എനിക്കൊരു സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല, കൂട്ടായ്മയിൽ കടന്നു വരുമ്പോഴും എനിക്കൊരു സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ നമ്മളെ പരിശോധിച്ച് കണ്ടെത്തണം. കർത്താവേ, രോഗമെന്താ? ഒന്ന് ചികിത്സിക്കണമേ. അകത്തെ മനുഷ്യൻ ശക്തിയോട് നിന്നില്ലെങ്കിൽ പിശാചിന്റെ തള്ളെപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല. 118 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വീഴുവാൻ തക്കവണ്ണം തള്ളുന്നൊരു പിശാചുണ്ട്. അങ്ങനെയെങ്കിൽ വീഴുവാൻ തക്കവണ്ണം പിശാച് എന്നെ തള്ളുമ്പോൾ
ഞാൻ വീഴാതിരിക്കണമെങ്കിൽ എൻ്റെ അകത്തെ മനുഷ്യൻ കരുത്തുറ്റതായിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ എന്നെ ബലപ്പെടുത്തണമേ, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഇല്ല എങ്കിലുള്ള പ്രശ്നം, ചെറിയ ചെറിയ തള്ളു പിശാച് തള്ളുമ്പോഴും താഴെ പോവും. നമുക്കൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ടല്ലോ. ചെറിയ വിഷയം മതി, വീണു. കാരണം എന്നാ? ആരോഗ്യമില്ല, അത്രയേ ഉള്ളൂ. ആരോഗ്യമുണ്ടെങ്കിൽ ചെറിയ തള്ളിനൊന്നും വീഴത്തില്ല, പിടിച്ചു നിൽക്കാം. ദൈവത്തോട് പറ, കർത്താവേ ഈ ദിവസങ്ങളിൽ എനിക്ക് അതിനുള്ള ബലം തരണമേ, കൃപ തരണമേ, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ആ സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യങ്ങൾ എടുത്തു പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ദൈവം ഇടപെട്ടൊരു ചിന്ത മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഞാൻ പറഞ്ഞ മുന്നോട്ട് പോകട്ടെ. ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം. അടുത്ത വാചകമാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. വായിച്ചോളൂ, 2-ാം വാക്യം. മതി. തന്നെ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. യെരൂശലേമിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷിച്ചു. അടുത്ത വാക്ക്, യെരൂശലേമേ ഞങ്ങളുടെ കാലുകൾ. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴ് കാലെവിടെത്തിയെന്നാ എന്ന് പറഞ്ഞാൽ മനസ്സ് എവിടെത്തി? ആലയത്തിലെത്തി. വീട്ടിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞപ്പം തന്നെ മനസ്സ് അവിടെ എത്തിക്കഴിഞ്ഞു, ശരീരം എത്തിയിട്ടില്ല. ഇതാ ശരിയായ ഒരുക്കം എന്ന് പറയുന്നത്. ഈ ഒരുക്കമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ആ ഒരു മനോഭാവത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കണമേ. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ആലയത്തിന് വാതിലുകൾക്കകത്ത് കാലുകളാണെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ്. ഒന്നുകൂടെ വിശദീകരിക്കാം. ഞാൻ സുരക്ഷിതനായിരിക്കുന്നത് എപ്പോഴും വാതിലിനകത്താണ്, വാതിലിന് പുറത്തല്ല. അതേത് വാതിലുമാകട്ടെ. നിങ്ങളുടെ വീടിന്റെ വാതിൽ, അടുത്തിടയ്ക്കൊക്കെ നമ്മൾ കണ്ടല്ലോ, വനപ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ ഓടി വന്നപ്പോൾ പേടിച്ച ആൾക്കാർ മുറിക്കകത്ത് കയറി കതകടച്ചു, വാതിലടച്ചു. വാതിലടച്ചപ്പോൾ അവർക്ക് സുരക്ഷിതമായി. ഞങ്ങളിപ്പോൾ എവിടെ? വാതിലിനകത്താ. കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ വായിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണും. കടുവ ചാടി വന്നു, മുറ്റത്ത് നിന്നു, പെട്ടെന്ന് അകത്തി ചാടി കയറി, വാതിലടച്ചു. അദ്ദേഹം സേഫായി. അതിന് വേണമെങ്കിൽ ആക്രമിക്കാം, എന്നാലും ഒരു നല്ല ശതമാനം നമുക്കറിയാമല്ലോ, വാതിലിനകത്ത്, മുറിക്കകത്ത് നമുക്ക് സുരക്ഷിതമാണ്. വേദപുസ്തകത്തോടനീളം പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, പട്ടണവാതിൽ, കോട്ടവാതിൽ, ഗോപുരവാതിൽ, ഒത്തിരി വാതിലുകളുണ്ട്. ഈ വാതിലുകൾക്കകത്തൊരു വ്യക്തി കയറിയാൽ അവർക്ക് അവിടെ സുരക്ഷിതത്വമുണ്ട്. അങ്ങനെയെങ്കിൽ വാതിലിനകത്താണ് സുരക്ഷിതത്വം. ഞാൻ വാതിലിന് പുറത്താണെങ്കിൽ നോ ഗ്യാരണ്ടി, ഓരുറപ്പുമില്ല. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വാതിലിനകത്ത് സുരക്ഷിതമുണ്ടെങ്കിൽ ഈ വാതിലിനകത്ത് നിൽക്കാൻ എന്നെ സഹായിക്കണമേ. എന്താ വാതിൽ? നമുക്ക് ഏവർക്കും അറിയാം. എന്താ വാതില്? കറക്റ്റ്, പറഞ്ഞ ശരിയാ. യേശുവാ വാതില്. യേശുവാകുന്ന വാതിലിനകത്താണോ രക്ഷപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം ഒന്നെടുത്ത് ഒരു വാക്യം വായിച്ച് നമുക്ക് അങ്ങോട്ട് കയറി വരാം. 10-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. മതി. അവിടെ വായിച്ച ഭാഗം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ വ്യക്തമായിട്ട് തിരിച്ചറിയണം, വാതിൽ യേശുവാ. മറ്റു വാതിലുകൾക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് പ്രാരംഭത്തിൽ ഈ ഭാഗം പറഞ്ഞ് മുന്നോട്ട് പോകാം. യേശുവാകുന്ന വാതിലിലൂടെ യേശു പറയുകയാണ്, ഞാൻ വാതിലാകുന്നു. യേശുവാകുന്ന വാതിലിലൂടെ അകത്ത് കടക്കുന്നവൻ. അങ്ങനെയെങ്കിൽ യേശുവാകുന്ന വാതിലിനകത്ത് രക്ഷയുണ്ട്. ആത്മാവിന്റെ രക്ഷ മാത്രമല്ല, എല്ലാ രക്ഷയും അവിടെ ഉണ്ട്. യേശുവാകുന്ന വാതിലിലൂടെ അകത്ത് കടന്നാൽ ഞാൻ രക്ഷപ്പെടും. തീർന്നില്ല, അടുത്ത വാക്യം കൂടെ വായിച്ചോ. അങ്ങനെയെങ്കിൽ മേച്ചിൽ, സമൃദ്ധി ദൈവം ആഗ്രഹിക്കുന്നത്, അത് ഭൗതിക, ആത്മിക, ശാരീരിക, മാനസിക മേഖലകളിൽ മേച്ചിൽ കണ്ടെത്തണമെങ്കിൽ, ലഭ്യമാകണമെങ്കിൽ വാതിലിനകത്ത് നിൽക്കണം. യേശുവാകുന്ന വാതിലിനകത്ത് കയറുന്ന വ്യക്തിക്ക് രക്ഷപ്പെടാൻ കഴിയും. ന്യായമായ ചോദ്യങ്ങൾ, ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. ഞങ്ങൾ യേശുവിനെ സ്വീകരിച്ചവരല്ലേ, രക്ഷിക്കപ്പെട്ടവരല്ലേ, മാനസാന്തരപ്പെട്ടവരല്ലേ, ദൈവസഭയുടെ അംഗങ്ങളല്ലേ? തീർച്ചയായിട്ടും ആന്നു, സമ്മതിക്കുന്നു. എന്നാൽ ഈ വാതിലിനകത്ത് തന്നെയാണോ നിൽക്കുന്നത്? ഇടയ്ക്കെപ്പോഴേലും ഇറങ്ങിപ്പോയിട്ടുണ്ടോ? മേച്ചിൽ കണ്ടെത്താൻ ദൈവം അനുവദിക്കുന്ന അതുണ്ട്. അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യും.
എന്ന് പറഞ്ഞാൽ പുറത്തു പോയച്ച് പിന്നെ അകത്തോട്ട് വരാതിരിക്കുന്ന ഒരു അനുഭവമല്ല. മേച്ചിലിന് വേണ്ടി ഒരുപക്ഷെ പുറത്തേക്ക് പോകുന്നു, സമൃദ്ധിക്ക് വേണ്ടി ഇറങ്ങുന്നു. ദൈവം ഈ വാതിലിനകത്ത് തന്നെ ആക്കിയെടുത്ത് ഞാൻ ഈ വാതിലാണ്, യേശു എന്ന വാതിലിനകത്ത് ഞാൻ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ സുരക്ഷിതനാണ്. എന്നാൽ ഈ വാതിലിന് പുറത്ത് ഞാൻ ഇറങ്ങിയാൽ അതെന്റെ ജീവിതത്തിന്റെ അപകടമാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, യെരൂശലേമിന്റെ വാതിലുകൾക്കകത്ത് കാലുകൾ നിൽക്കുന്നത് പോലെ യേശുവാകുന്ന വാതിലിനകത്ത് നിൽക്കാനുള്ള കൃപ എനിക്ക് തരണമേ. എനിക്ക് മാത്രമല്ല, എന്റെ കുടുംബത്തിന്, എന്റെ സഭയ്ക്ക്, എന്റെ പ്രിയപ്പെട്ടവർക്ക് കർത്താവേ, ഈ വാതിലിനകത്ത് നിന്നുള്ള സുരക്ഷിതത്വം പ്രാപിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ഒരു സംഭവം. 430 വർഷത്തെ അവരുടെ പ്രവാസത്തിൽ നിന്ന്, അടിമജീവിതത്തിൽ നിന്നും ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശത്തേക്ക് അവർ യാത്രയാകാൻ പുറപ്പെടുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി 10 ബാധകൾ ദൈവം ആ മിസ്രൈമിന്റെ നേരെ അയച്ചു. 10ാമത്തെ ബാധയായ കടിച്ചുൾ സംഹാരം അയച്ചപ്പോൾ അവിടെ പറയുന്ന ഒരു പ്രത്യേക പദം ദൈവമക്കൾ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. അതിന്റെ 22, 23 വാക്യങ്ങളൊന്ന് വായിച്ചു. ആ ആ ഉം. അതെ. ഇനി അതിന്റെ 13-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. അതെ, നമുക്കറിയാം 10ാമത്തെ ബാധ കടിച്ചുൾ സംഹാരം. ഓരോ ബാധ വന്നപ്പോഴും ഫറവോൻ വിടാമെന്ന് പറയുന്നെങ്കിലും ബാധ ഒഴിയുമ്പോൾ തന്റെ ഹൃദയം കഠിനമാവുക. കഠിന ഹൃദയത്തോട് പറഞ്ഞു, വിടത്തില്ല, ഇവിടെ നിന്നാ മതി. ലാസ്റ്റിൽ നമ്മൾ ആ ഭാഗം കാണുന്നുണ്ട്. 9ാമത്തെ ബാധ കഴിഞ്ഞപ്പോൾ മോശ ഫറവോന്റെ അടുക്കൽ ചെന്ന് ഫറവോൻ പറഞ്ഞു, ഇനി നിന്റെ മുഖം കാണത്തില്ലെന്ന് പറഞ്ഞു. ആ പോയ പോക്ക് ദൈവം മോശയോട് പറഞ്ഞു, ഇനി ഒരു ബാധയോട് അയക്കാൻ പോവാ, പക്ഷെങ്കിൽ മറ്റു ബാധകൾക്കൊന്നും സംഭവിക്കാത്തൊരു കാര്യം സംഭവിക്കാൻ പോവാണ്. പക്ഷെ നിങ്ങൾ ഈ കാര്യത്തിൽ അല്പം കെയർഫുൾ ആയിരിക്കണം, ശ്രദ്ധാലുക്കളായിരിക്കണം. 22-ാം വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? മോശ ജനത്തോട് പറയുകയാണ്, ദൈവം മോശയോട് പറഞ്ഞ കാര്യം മോശ ജനത്തോട് പറയുന്നു, നിങ്ങൾ ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത്, എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ചെറിയ ചെടിയാണ്, അതിന്റെ കെട്ടെടുത്ത് അത് വായിച്ചോളൂ. അതിന് മുമ്പ് ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഒരു ആടിനെ അറുക്കണം. ഓരോ കുടുംബവും ഓരോ ആടിനെ അറുക്കുന്നു. ആ ആടിന്റെ രക്തത്തിൽ ഈ സോപ്പ് ചെടിയുടെ തണ്ട് കൊണ്ടുള്ളതായ ആ കെട്ട മുക്കിയിട്ട് മതി. ഈ രക്തമെടുത്ത് വീടിന്റെ കതകിന്റെ കട്ടളമേലും കുറുമ്പടി താഴത്തെ പടിയുമേലും പുരട്ടണം. വായിച്ചോളൂ. മതി. വളരെ വ്യവസ്ഥകളാണ് ഇവിടെ പറയുന്നത്. സുരക്ഷിതത്വം ഞാൻ പറഞ്ഞു വാതിലിനകത്ത്. എന്നാൽ ഈ സുരക്ഷിതത്വം കിട്ടണമെങ്കിൽ യേശുവാകുന്ന വാതിലിനകത്ത് ഞാൻ കയറി. ഇനിയിപ്പം എല്ലാം ഓക്കെയാ? അല്ല. ഈ വീടിന്റെ വാതിലിന് നിങ്ങൾ രക്തം പുരട്ടണം. 13-ാം വാക്യത്തിൽ രക്തം കാണുമ്പോൾ സംഹാരകൻ, വായിച്ചേരാ വാക്യം അങ്ങനെ തന്നെ. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. അങ്ങനെയെങ്കിൽ അനർത്ഥം വരുന്നു, സംഹാരകൻ വരുന്നു. ഈ സംഹാരകൻ വരുമ്പോൾ ഈ സംഹാരകൻ ആ വീടിനെ ഒഴിഞ്ഞു മാറിപ്പോകണമെങ്കിൽ ഈ വീടിന് എന്തുണ്ടായിരിക്കണം? രക്തമടയാളമായിരിക്കണം. അല്ലെങ്കിൽ വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം, യേശുവിന്റെ രക്തത്തിന്റെ ആ മുദ്രകളാണ്, അല്ലെങ്കിൽ യേശുവിന്റെ രക്തത്തിന്റെ വിലകളാണ് നാം ഓരോരുത്തരും. ആ രക്തത്തിന്റെ അടയാളമുള്ളവനെ തുടരുതെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഓർഡർ ഉള്ളത് കൊണ്ട് അടയാളമുള്ളതിനെ സംഹാരകൻ ഒഴിഞ്ഞു മാറുന്നു. മാത്രവുമല്ല, ഈ രക്തം പുരട്ടി, അല്പം കൂടെ പറഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ഈ വാതിലിനകത്താ. വാതിലിൽ ഇപ്പൊ എന്തുണ്ട്? അടയാളമുണ്ട്. അവിടം കൊണ്ട് അവസാനിച്ചില്ല. 22-ാം വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണല്ലോ. സെക്കൻഡ് പാർട്ട് വായിച്ചാലും മതിയാകും. അവിടെ
പിറ്റേന്നാൾ വെളുക്കും വരെ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണം, രക്തം പുരട്ടിയാൽ മാത്രം പോരാ, വാതിലിനകത്തിരിക്കണം. ദൈവം തന്ന പ്രമാണത്തിനകത്ത് നിൽക്കണം. നമുക്കൊക്കെ പലപ്പോഴും പറ്റുന്ന ഒരു പരാജയം, രക്തം പുരട്ടിയിട്ടുണ്ട്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ സമയം വരുമ്പം എനിക്ക് തോന്നുമ്പം ഞാൻ എന്തോ ചെയ്യും? വാതിലിന് പുറത്തിറങ്ങും. സംഹാരകം പുറത്തുണ്ട്. രക്തം പുരട്ടിയ വീട്ടിനകത്ത് കയറത്തില്ല. വളരെ ഗൗരവത്തോടെ പറയുന്നു, രക്തം പുരട്ടിയ വീട്ടിനകത്ത് നിങ്ങൾ നിൽക്കണം. അവിടെ ആ പദം പ്രത്യേകം എടുത്ത് പറയുകയാണ്, ആരും പുറത്തിറങ്ങരുത്, വാതിലിന് പുറത്തിറങ്ങരുത്. അടുത്ത വാക്യം കൂടെ വായിച്ചോളൂ. യഹോവ മിസ്രയീമിനെ, ഇസ്രായേലിനെ അല്ല, ദൈവമക്കളെ അല്ല, മിസ്രയീമിനെ ദണ്ഡിപ്പിക്കേണ്ടതിന് ആ ആ അങ്ങനെയെങ്കിൽ ഈ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകുമ്പോൾ ഈ സംഹാരദൂതൻ ഒരു കാര്യം അറിയാം, ഇതിനകത്തിരിക്കുന്നവർ രക്തം പുരണ്ടവരാ. അവരോട് തന്നെ വീണ്ടും പറയുകയാണ്, നീ രക്തം പുരണ്ടവനാണ്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്, പക്ഷെങ്കിൽ നീ പ്രമാണത്തിന് പുറത്തിറങ്ങരുത്. നീ വാതിലിനകത്തിരുന്നാൽ നിനക്ക് സുരക്ഷിതത്വമുണ്ട്. വാതിലിന് പുറത്തിറങ്ങിയാൽ നിന്നെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. നീ വാതിലിനകത്ത് തന്നെ ഇരിക്കണം. ഇനി അടുത്തൊരു ചോദ്യം, ഈ രക്തം പുരട്ടിയില്ല, കുഴപ്പം വല്ലതും ഉണ്ടോ? ഞങ്ങൾ മിസ്രയീമ്യരല്ലേ? ഞങ്ങൾ യഹൂദരല്ലേ? യഹൂദന്മാരുടെ ഇടയിൽ ഒത്തിരി കഥകളുണ്ട്, യഹൂദ കഥകൾ. അതിലൊരു കഥ ഇങ്ങനെ പറയുന്നുണ്ട്. മോശ നിർദ്ദേശം കൊടുത്തു, എല്ലാ വീട്ടിലും ആടിനെ കൊല്ലണം, അതിനെ ഭക്ഷിക്കണം, കൈപ്പിച്ചേരിയോടുകൂടെ പുളിപ്പില്ലാത്ത അപ്പം എടുത്ത് ഭക്ഷിക്കണം. ഈ ചിട്ടകളൊക്കെ പറയുമ്പോൾ ഒരു വീട്ടുകാരൻ തീരുമാനിച്ചു, എന്നെ കൊണ്ട് ഇതിനൊന്നും വയ്യ, ഞാൻ ആടിനെയും കൊല്ലുന്നില്ല, അപ്പവും തിന്നുന്നില്ല, രക്തവും പുരട്ടുന്നില്ല. സംഹാരകം വന്നു. സംഹാരകൻ നേരെ അകത്ത് കയറി. കാരണം രക്തത്തിൻ്റെ അടയാളമില്ലാഞ്ഞതുകൊണ്ട് സംഹാരകൻ അകത്ത് കയറി. ഉടനെ ഈ വീട്ടുകാരൻ ഓടി. കഥയാ. അഹരോൻ്റെ അടുക്കൽ ഓടിച്ചെന്നു, പാസ്റ്ററെ സംഹാരകം വന്നു, ഓടി വന്ന് പ്രാർത്ഥിക്കണം. അഹരോൻ അവിടെ ഓടിയെത്തി. അഹരോൻ ഓടിയെത്തി വെച്ച് പറഞ്ഞു, സംഹാരകം പറഞ്ഞു, അഹരോനെ, നിന്റെ വീട്ടിലാണെങ്കിലും ഒരു പ്രമാണം വെച്ചിട്ടുണ്ട്, ഈ പ്രമാണമില്ലെങ്കിൽ എനിക്കിവരെ ആക്രമിക്കാം. ആ കഥ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. സംഹാരകൻ ആ വീട്ടിനകത്ത് കയറി. അഹരോന്റെ മധ്യസ്ഥത കൊണ്ട് ആ സംഹാരം അവിടെ മാറിയില്ല. കാരണം പ്രമാണം ലംഘിച്ചിട്ട. വ്യക്തമായ ദൈവമക്കളെ, ഒരാശയം തിരിച്ചറിയണം. പ്രമാണത്തിൽ നിൽക്കാതെ പ്രമാണത്തെ ലംഘിച്ചിട്ട് ആരെക്കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിച്ചാലും ചിലപ്പോൾ വിടുതൽ നടക്കണമെന്നില്ല. പ്രമാണത്തിൽ നിന്നാൽ ഒരു മധ്യസ്ഥയുടെ ആവശ്യമില്ല. ഇനി മധ്യസ്ഥത ആവശ്യമുണ്ടെങ്കിലും ദൈവം അത് കേൾക്കും. ദൈവം നോക്കുന്നതാണ്. ആ വാക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്തു പറഞ്ഞോട്ടെ. പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. സംഹാരദൂതൻ പറയുന്ന വാക്കിതാണ്, എനിക്ക് കിട്ടിയ നിർദ്ദേശം രക്തമടയാളമുള്ള വീടിനെ ഒഴിയാനാണ്. ഈ നിർദ്ദേശം എനിക്ക് പാലിച്ചേ മതിയാകത്തുള്ളൂ. അതിനാരൊക്കെ ഇടയ്ക്ക് കയറി മധ്യസ്ഥ ചെയ്താലും കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് ആ വീട്ടുകാർ ചെയ്യേണ്ടത് ആ രക്തം പുരട്ടുക എന്നുള്ളതായിരുന്നു. ഇന്ന് പകൽ ദൈവമക്കളെ വ്യക്തമായി ഓർപ്പിച്ചോട്ടെ, ദൈവത്തിന്റെ പ്രമാണത്തിനകത്ത് നിൽക്കാമോ? സംഹാരകൻ നിന്റെ വീടിനെ ഒഴിഞ്ഞു മാറിപ്പോകും. സംഹാരകൻ ഒഴിഞ്ഞു മാറണമെങ്കിൽ ഞാൻ രക്തത്തിന്റെ അടയാളത്തിനകത്ത് നിന്നേ മതിയാകത്തുള്ളൂ. ഇന്ന് പകൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ, കർത്താവേ, യേശുവിന്റെ രക്തത്തിന്റെ അടയാളം എനിക്ക് വേണം കർത്താവേ. ആ പ്രമാണമാകുന്ന വാതിലിന്, യേശുവാകുന്ന വാതിൽ, ആ പ്രമാണമാകുന്ന ദൈവകൽപ്പനയാകുന്ന വാതിലിനകത്ത് നിൽക്കാനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ. അത് വിട്ട് ഞാൻ പുറത്തിറങ്ങരുത്. യെസ്, ഹല്ലേലൂയ. നമുക്കൊക്കെ പലപ്പോഴും ഉള്ള ചിന്ത, ഇറങ്ങിയാൽ എന്നോ പറ്റും. നിയമത്തെ ലംഘിക്കുക എന്നുള്ളതാണ് പലരുടെയും ഒരു സന്തോഷമെന്ന് പറയുന്നത്. ആ 22-ാം വാക്യത്തിന്റെ ലാസ്റ്റ് വേഴ്സസ് ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ?
ആ ആ ആ കൽപ്പന കൊടുത്തേക്കുവാ പിറ്റേന്നാൾ വെളുക്കം വരെ. അപ്പോൾ അവർ പറയും ഇതെൻ്റെ വീടാ, ഞാൻ പണിതുവാ, എനിക്കിറങ്ങാൻ എന്നാ കുഴപ്പം എന്നാന്ന് ഇറങ്ങുമ്പോൾ അറിയാം. എന്നിട്ട് പറയുന്നു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണത്തിൽ നമ്മൾ നിന്നോണം. വാതിലിന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ നീ പുറത്തിറങ്ങരുത്. എന്നോ പറ്റും, പറ്റിക്കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല, മുമ്പേ അറിഞ്ഞോണം. പ്രമാണത്തിനകത്ത് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്, വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നതാണ് നല്ലത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ വാതിൽ വിട്ട് പുറത്തിറങ്ങാതെ വാതിലിനകത്ത് നിൽക്കാനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ. സംഹാരകൻ എന്നെ വിട്ട് ഒഴിഞ്ഞു പോകാൻ ഇതേ വഴിയുള്ളൂ. ഞാൻ വേഗത്തിൽ 1-2 വാക്കുകൂടെ പറഞ്ഞതിൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം കൂടെ നിർത്താട്ടെ, നമുക്കറിയാവുന്ന വചനമാണ്, എന്നാലും വായിച്ച് കേൾക്കാം. 6-ാം അധ്യായം എടുത്തേ, 6-ന്റെ 9-10 വാക്യങ്ങൾ വായിച്ചോളൂ. ആറിൻ്റെ 9 വായിച്ചേ? വായിച്ചോളൂ. സോറി, 6-ാം അധ്യായമല്ല, 7-ാണ് ഞാൻ ഉദ്ദേശിച്ചത്. 7-ാം അധ്യായം എടുത്തേ, 7-ന്റെ 9-10 വായിച്ചേ. മതി അവിടെ വായിച്ചത്. ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈരണ്ടിരണ്ടായി ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. മൃഗങ്ങൾ പെട്ടകത്തിൽ കടന്നു. അടുത്ത വാക്യം കൂടെ. 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ, ഈ ചരിത്രമൊക്കെ നമുക്കറിയാം, ഞാനൊരു ഭാഗം പറയാൻ വേണ്ടിയാണ് ആ വാക്യം വായിപ്പിച്ചത്. ദൈവത്തിൻ്റെ കൽപ്പന, പെട്ടകത്തിനകത്ത് കയറണം, വാതിലിനകത്ത് കയറണം. അതിൻ്റെ ഒരു വാക്യം കൂടെ വായിച്ചോളൂ. 13-ാം വാക്യം കൊടുന്നു, 16-ാം വാക്യം കൊടുന്നു വായിച്ചേ. മതി. യഹോവ വാതിൽ. ഈ വാതിൽ തുറന്നിരിക്കുന്നതിനൊരു ടൈമുണ്ട്. ഇവർ പെട്ടകത്തിൽ കയറി 7 ദിവസം കഴിഞ്ഞാൽ മഴ തുടങ്ങിയത്. നമ്മളെ ഭാഗങ്ങളൊക്കെ ശരിക്കും മനസ്സിരുത്തി ചിന്തിച്ചാൽ, നോഹ പണി തുടങ്ങിയപ്പോഴേ ഇവർ പറഞ്ഞു ഇയാൾക്ക് പ്രാന്ത, ഉള്ള മൃഗത്തെയും എല്ലാത്തിനും ഇതിനകത്ത് കയറ്റി. ഇതിനകത്ത് കയറ്റിയ എല്ലാം കൂടി ഇപ്പം എവിടെ ഇരിപ്പുണ്ട്? നോഹ എന്തോ പറഞ്ഞു, ജലപ്രളയം വരാൻ പോകുന്നു. 1-ാം ദിവസം നാട്ടുകാരെല്ലാം കൂടെ വന്നു. ഇവരെല്ലാം കൂടെ കയറി അതിനകത്തിരിക്കുന്ന കാഴ്ച കണ്ടേച്ച് മാറിയിരുന്ന് ചിരിച്ചു. വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ടോ മൃഗങ്ങളെ കൂടെ അങ്ങേര് 2-ാം ദിവസമായി, 3-ാം ദിവസമായി, 4-ാം ദിവസമായി ആൾക്കാരെന്നാ പറഞ്ഞു, ഇയാൾക്ക് മുഴുപ്രാന്ത. ദൈവത്തിൻ്റെ ആ പ്രവൃത്തി നമ്മൾ നോക്കണം. നമ്മളൊക്കെ ചിന്ത, ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാനതനുസരിച്ച് അടുത്ത സെക്കൻഡ് ദൈവമേ നിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. അതായിരിക്കുമല്ലോ നമ്മുടെ ആഗ്രഹം. നോഹയും കുടുംബവും ഈ മൃഗങ്ങളും കയറി അടുത്ത സെക്കൻഡിൽ എന്തോ ചെയ്തോണം? മഴ പെയ്തോണം. ദൈവം നോഹയോട് പറഞ്ഞു നീ അകത്ത് കയറ്, പക്ഷേ മഴ പെയ്യിക്കുന്നത് ഞാൻ എൻ്റെ സമയത്താണ്. അല്ലെ അല്പം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ദൈവം നോഹയെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഒരാഴ്ച ഇതിനകത്തിരിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയേ. നോഹയോട് മക്കൾ ചോദിക്കുമായിരുന്നു, പപ്പാ എന്തിയാ മഴ? നോഹയുടെ മക്കൾ ചോദിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയും അവർ ചോദിച്ചില്ല തന്നെ മനസ്സിലെങ്കിലും പറയുമല്ലോ, ഇങ്ങനെ പറഞ്ഞു മഴ പെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് കയറി ഒരാഴ്ചയായി ഒരനക്കവുമില്ല, ഒരു മഴക്കാറ് പോലുമില്ല. ഇതെന്തൊരവസ്ഥയാണ്? മഴ പെയ്തത് 7 ദിവസം കഴിഞ്ഞാൽ. എന്നാൽ ഈ 7 ദിവസം കഴിഞ്ഞ് മഴ ചാറിത്തുടങ്ങിയപ്പം നാട്ടുകാർ പറഞ്ഞു, എടാടാ ഓടിച്ചെല്ലാമടാ, ഇനി അങ്ങേര് പറഞ്ഞത് വാസ്തവം വല്ലതുമാണെങ്കിൽ നമുക്കും എന്തോ ചെയ്യാം, കയറിയേക്കാം. പക്ഷെങ്കിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് സംഭവിച്ചെന്തോ, വാതിലടച്ചു. ഞാൻ വീട്ടിൽ പറഞ്ഞോട്ടെ, ഈ വാതിലിനകത്ത് കയറാൻ ചില ടൈം ദൈവം വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുമ്പം ചെന്ന് കയറാമെന്ന് കണ്ടാൽ നടക്കത്തില്ല. ദൈവം വെച്ചേക്കുന്ന ചില സമയമുണ്ട്, ചില അവസരങ്ങളുണ്ട്. രക്ഷയുടെ വാതിൽ എപ്പോൾ അടയും നമുക്കറിഞ്ഞുകൂടാ. വളരെ ഗൗരവത്തോടെ ദൈവമക്കളെ നമ്മൾ ഓർത്തോണം. എൻ്റെ കർത്താവ് വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ അകത്ത് കയറിക്കോണം.
യെസ്, ഹല്ലേലൂയ. എപ്പോൾ വേണമെങ്കിലും ഈ വാതിൽ അടയാം. ദൈവം എനിക്ക് തന്ന ചാൻസ് ഞാൻ നഷ്ടപ്പെടുത്തരുത്. ചാൻസ് നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറയാനിട വരരുത്. നിങ്ങൾക്ക് വേണ്ടി വാതിൽ ഇന്ന് തുറന്നിരിക്കുക. കൃപ, ദൈവകൃപ. ഇനിയും ഒരു ദൂതൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോകട്ടെ. ദൈവമക്കളെ, ഈ പെട്ടകത്തിനകത്ത് കയറാൻ, ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് കയറാൻ ദൈവം നമുക്ക് വലിയ ഭാഗ്യം തന്നതാണ്. നമ്മുടെ മിടുക്കുകൊണ്ടൊന്നുമല്ല. കാട്ടിലെ ആനകളിൽ 2 ആന മാത്രമല്ലല്ലോ കാട്ടിലുള്ളത്. ഈ 2 എണ്ണത്തിന് എങ്ങനെ തോന്നി? സിംഹം 2 എണ്ണം അല്ലല്ലോ, അതിൽ കൂടുതലില്ലേ? ആ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു തോന്നൽ. ഒന്നിൻ്റെ ഉള്ളിൽ തോന്നി അങ്ങോട്ടങ്ങ് പോയേക്കാം. ഒരാൺ സിംഹത്തിൻ്റെ ഉള്ളിൽ തോന്നി, ഒരു പെൺസിംഹത്തിൻ്റെ ഉള്ളിൽ തോന്നി ഇവർ നേരെ നടന്ന് പെട്ടകത്തിലേക്ക് പോകുന്നു. ഇത് കാണുമ്പോൾ മറ്റുള്ളവർ പറയുമായിരിക്കും, ഇതിനെന്നോ പറ്റി, ഇവർക്കെന്നോ പറ്റി. ആന പോകുന്നത് കാണുമ്പോൾ അവർ ചോദിക്കും, ഇവർക്കെന്തോ പറ്റി. ഒട്ടകത്തെ കാണുമ്പോൾ, കുതിരയെ കാണുമ്പോൾ മറ്റു കുതിരകൾ ചോദിക്കും, എന്തോ പറ്റി. ദൈവമക്കളെ, ഞാൻ ചോദിച്ചോട്ടെ, ഈ ചോദ്യം നമ്മളോടൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ? ഇവർക്കെന്നോ പറ്റി? ഇവരെന്തിനാ നമ്മുടെ ഇടയിൽ നിന്ന് മാറിപ്പോയത്? അവിടെ ഒരു പെട്ടകമുണ്ടെന്നും പറഞ്ഞ്, അവിടെ ഏതാണ്ടൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് കൂട്ടത്തിൽ നിന്ന് കൂട്ടം വിട്ട് ഇവരെന്തിനാ പോയത്? ദൈവമക്കളെ, സ്വോത്രം പറഞ്ഞോണം. ഉള്ളിലൊരു പ്രേരണ ദൈവം തന്നു. എനിക്ക് ഈ പെട്ടകത്തിൽ കയറാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. വാതിലടയാൻ പോവുകയാണ്. ലോകത്തിനതറിയത്തില്ല. മാറി നിൽക്കുന്നവർ പറയും, എന്തിനാ ഇവരാ പെട്ടകത്തിൽ പോയി കയറിയത്? ന്യായവതിയുടെ പ്രളയം തുടങ്ങാൻ പോകുന്നുവെന്ന് ദൈവം ബോധ്യം കൊടുത്തവരാ ഇതിനകത്ത് കയറിയത്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഇന്ന് പകൽ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. കർത്താവേ, എൻ്റെ ഉള്ളിൽ എപ്പോഴോ അങ്ങൊരു പ്രേരണ തന്നു. ക്രിസ്തുവാകുന്ന പെട്ടകത്തിനുള്ളിൽ കയറാനുള്ളൊരു നിയോഗം എനിക്ക് നൽകി. എനിക്കതിനുള്ളൊരു അവസരം തന്നു. പെട്ടകത്തിന്റെ വാതിൽ അടയും മുമ്പ് ഇതിനകത്ത് കയറാൻ കർത്താവേ എനിക്ക് തന്ന ഭാഗ്യത്തിനായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റു മൃഗജാതികൾക്ക്, മനുഷ്യർക്ക് ബോധ്യം വരും. പ്രളയം തുടങ്ങുമ്പോൾ, ന്യായവിധി തുടങ്ങുമ്പോൾ ബോധ്യം വരും. പക്ഷെങ്കിൽ കഴിഞ്ഞു, ചാൻസ് കഴിഞ്ഞു. ദൈവം വാതിലടച്ചു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, ഈ വാതിലിനകത്താ സുരക്ഷിതത്വം. ഈ വെള്ളം പൊങ്ങിയപ്പോൾ ഓടി വന്ന മനുഷ്യർ കാണും, അവരുറക്കെ വിളിച്ചു കാണും. പക്ഷെങ്കിൽ നോഹയ്ക്ക് പറയാനുള്ളത്, സമയം കഴിഞ്ഞു, വാതിലടച്ചു. മറ്റു മൃഗങ്ങൾ ഓടിയെത്തിക്കാണും. ഇതിനകത്തേക്ക് പോയ ആനയെ കളിയാക്കിയവർ മാറി നിൽപ്പുണ്ടായിരിക്കാം. അവർ പറയുന്നു, പക്ഷെങ്കിൽ നോഹയ്ക്ക് പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, സമയം കഴിഞ്ഞു, വാതിലടച്ചു. ഇന്ന് പകൽ ദൈവമക്കളെ സന്തോഷത്തോടെ പറയണം, ഈ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ അകത്ത് കടന്ന് ഞാൻ രക്ഷപ്പെട്ടു. കർത്താവേ, ഇതിനകത്ത് കയറാൻ എനിക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്നും ഇതിന് പുറത്തു നിൽക്കുന്ന അനേകരുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ സമപ്രായക്കാർ, ഞങ്ങളുടെ സ്നേഹിതർ പലരും ഇന്നും പുറത്തു നിൽപ്പുണ്ട്. കർത്താവേ, അവർക്കൂടെ ഒരു മനസ്സ് കൊടുക്കണമേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്ക്. ഈ വാതിൽ അടയാൻ സമയമായി. നമുക്ക് ദൈവസന്നിധിയിൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇനിയും ഈ പെട്ടകത്തിനകത്ത് കയറാനുള്ളവരുണ്ട്. അവരും എത്രയും വേഗത്തിൽ ഇതിനകത്ത് കയറാൻ കർത്താവേ അവസരത്തെ നൽകണമേ. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കൃപ, ദൈവകൃപ. ഒരു വാക്കിയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. യേശു കർത്താവ് സക്കായിയുടെ വീട്ടിൽ പോയ ചരിത്രം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. 19-ാം അധ്യായത്തിൽ. വായിക്കേണ്ട എല്ലാ ഭാഗവും വേണ്ട, ഒരു വാക്യം ഞാൻ പിന്നീട് വായിപ്പിക്കാം. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ചുങ്കക്കാരിൽ പ്രമാണിയാണ്, ചീഫ് ടാക്സ് കളക്ടറാണ് സക്കായി. മോശക്കാരനല്ല. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഒരു ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ സക്കായിക്ക് ഒരു ആഗ്രഹം, യേശുവിനെ കാണണം. യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുള്ളവൻ, അവൻ ഇച്ചിരി വലിപ്പക്കുറവുള്ളവനാ. ഭയങ്കര ജനക്കൂട്ടം വന്നുകൊണ്ട് കാണാൻ കഴിയാത്തതുകൊണ്ട് ഇവളെ ഓടിച്ചെന്നൊരു മരത്തെ കയറി. നമ്മളെ ഭാഗങ്ങളൊക്കെ മനസ്സിൽ ചിന്തിക്കണം. ആ കറക്റ്റ് മരത്തിന്റെ ചോട്ടി വന്നപ്പോൾ യേശു നേരെ മുകളിലോട്ടിരുന്നു കേട്ടോ. ഈ സക്കായുടെ ഉദ്ദേശം എന്താ ഉള്ളായിരുന്നു? യേശുവിനെ ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. യേശു വീട്ടിൽ വരണമെന്നോ യേശു എന്നെ കാണണമെന്നോ ഒന്നും ഇന്നും അങ്ങനത്തെ ഒത്തിരി ആൾക്കാരുണ്ട് ചുറ്റുവട്ടത്ത്. യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെങ്കിൽ യേശുവിനെ സ്വീകരിക്കാനൊന്നും തയ്യാറല്ല.
എന്താണേലും നമ്മൾ ആ ഭാഗമൊക്കെ മനസ്സിരുത്തി, ഞാൻ കഴിഞ്ഞ ദിവസം ആ ഭാഗം ഒന്ന് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഒത്തിരി എന്ത് വന്നു, ഇങ്ങനൊരു ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഓഫീസറാണ് ഇപ്പോൾ എവിടെ നിൽക്കുക? യേശു മാത്രമാണോ കണ്ടത്? നാട്ടുകാർ മുഴുവൻ കണ്ടു, അതല്ലേ ഭയങ്കരം. ഇനി യേശുവെ കണ്ടുള്ള സാരമില്ല, യേശു ആരോടും ഇത് പബ്ലിഷ് ചെയ്യാനൊന്നും പോകത്തില്ല. പക്ഷെ നാട്ടുകാരെന്നാ പറയും, എടാ കഴിഞ്ഞ ദിവസം വന്ന് ടാക്സി പിരിച്ചവനാ, ഇവിടെ വന്ന് തന്നെ വരട്ടിയവനാ, അവൻ തോണ്ട് മരത്തിൻ്റെ മട കയറി. ആ ഇറക്കമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, ബത്തപ്പെട്ട് ഇറങ്ങിയെന്ന്. ഇച്ചിരി പാടുപെട്ട് വേണം ഇറങ്ങി വരാൻ, കാരണം ഇത്രയും മനുഷ്യൻ നോക്കി നിൽക്കുമല്ലേ. ഈ എന്തുവായാലും ഇങ്ങേര് അടുത്ത ഒരു വാക്യം, 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു. 19-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് ലൂക്കോസ് സുവിശേഷം 19 അവിടെ യേശുവും ഈ മനുഷ്യനും കൂടെ സംസാരിക്കുന്ന 1-2 വാക്കുകൾ വചനത്തിൽ കൂടെ തന്നെ അങ്ങ് വായിച്ചു കേൾക്കാം. എൻ്റെ വാക്കുകളേക്കാൾ ഒന്നുകൂടെ ഭംഗിയാകുമല്ലത്. 7-ാം വാക്യം വായിച്ചേ, അല്ല 6 തൊട്ട് വായിച്ചു. അവൻ ബന്ധപ്പെട്ടിറങ്ങി. ആ ഉം മതി. അങ്ങനെയെങ്കിൽ ഇയാൾ ചെയ്ത കാര്യം അവിടെ അങ്ങനെ യേശുവിനോട് പറയുകയാണ്. യേശുവെ, അവിടെ ആ വാക്യം വായിച്ചിങ്ങനെയാണല്ലോ, സക്കായിയോ നിന്ന് കർത്താവിനോട്, വീട്ടിൽ ചെന്നില്ല, അതിന് മുമ്പ് തന്നെ കർത്താവിനോട്, കർത്താവേ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഇവൻ അതുപോലെ വസ്തുവുണ്ട്. ഇത് അന്യായമായി സമ്പാദിച്ചതാ. 100 രൂപ ടാക്സ് മേടിക്കേണ്ടടത്തു നിന്ന് 500 മേടിച്ചു കാണും. നമുക്കറിയാമല്ലോ, ആ ചുങ്കക്കാരെ കുറിച്ച് യേശു കർത്താവ് പറയുന്ന പല ഭാഗത്തുണ്ട്, നിങ്ങൾ അന്യായമായി പിരിക്കരുത്, കാരണം അവൻ്റെ വായി വരുന്ന റേറ്റ്. അതിനകത്ത് യാതൊരു മയവുമില്ല, തന്നേ പറ്റത്തുള്ളൂ, പിടിച്ചു മേടിച്ചുകൊണ്ട് പോകുന്നതാണ് ചുങ്കക്കാർ. അതുകൊണ്ടാണല്ലോ ഏറ്റവും അധികം ജനങ്ങൾ വെറുത്തിരുന്ന ആൾക്കാർ, പാപികൾ, ചുങ്കക്കാർ, വേശ്യമാരെന്നൊക്കെ പറഞ്ഞ് കുറെ ലിസ്റ്റ് പറയുമ്പോൾ ആ ലിസ്റ്റിൽ ചുങ്കക്കാരനുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശക്കാരനാണ്, ജനത്തിന് താല്പര്യമില്ലാത്തവനാ, ജനം വെറുക്കുന്നവനാ. അങ്ങനെയെങ്കിൽ അന്യായമായി സമ്പാദിച്ച വസ്തുവകയിൽ പാതി ഞാൻ കൊടുക്കുന്നുണ്ട്. അടുത്ത വാക്യം, അവന്റെ ആ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചോണം, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ട്. ഉണ്ടെങ്കിലെന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പ്, യേശുവിന് മുമ്പിൽ ഒരു പരുവത്തിനങ്ങ് പറയുകയാണ്, യേശുവെ ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കും. അങ്ങനെ പറഞ്ഞാൽ 100 രൂപ മേടിക്കേണ്ടിടത്ത് ഞാൻ 500 മേടിച്ചെങ്കിൽ ഞാൻ 2000 രൂപ കൊടുത്തോളാം. ഇവൻ്റെ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ കൊടുക്കുന്നേ. ഈ ചതിവായി വാങ്ങിയത് മടക്കി കൊടുക്കുന്നു എന്ന് യേശുവിനോട് സക്കായി പറയുകയാണ്. നമ്മൾ ഓർക്കണം, ഈ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതനായി നിൽക്കുകയാണ് സക്കായി. ഞങ്ങളുടെ വീട്ടിൽ വന്ന് അന്യായമായി ടാക്സി പിരിച്ചു കൊണ്ടുപോയവനെ മരത്തിന്റെ മുകളിൽ നിന്ന്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ യേശു പിടിച്ചു, അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തതുപോലെ യേശു ഇവനെ പിടിച്ചിറക്കിക്കൊണ്ട് വന്നപ്പോൾ ഇവൻ പറയുകയാണ്, ഞാൻ 4 മടങ്ങ് മടക്കി കൊടുക്കാം. ഞാൻ ആ ഭാഗം വിടുകയാണ്. അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ മറുപടി ഒന്ന് കേട്ടോ. മതി. യേശു അവനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇവൻ ആരാ എന്ന് പറഞ്ഞാൽ യഹൂദനാ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പെന്തിക്കോസുകാരനാ. പക്ഷേ ഇവൻ എപ്പോഴാ രക്ഷ വന്ന്? യേശുവിനെ ശരിയായി കണ്ടപ്പോഴാ രക്ഷ വന്ന്. അതുവരെ ഇവന്റെ ആ ലേബൽ എന്തോ, അഡ്രസ് എന്തോ, യഹൂദൻ, അബ്രഹാമിന്റെ മകൻ. നട്ടുകാരുടെ മുമ്പിൽ ഇവൻ ആരാ? അബ്രഹാമിന്റെ മകനാ. പക്ഷെങ്കിൽ ഇവൻ യേശുവാകുന്ന വാതിലിനകത്ത് കയറിയിട്ടില്ല. പറഞ്ഞല്ലോ, പേരുണ്ട്, ലേബലുണ്ട്, ഐഡന്റിറ്റി ഉണ്ട്. നാട്ടുകാരുടെ മുമ്പിലൊക്കെ പറയാം ഞാൻ ആരാ. നമ്മുടെ ഭാഷ തന്നെ അങ്ങ് പറഞ്ഞു, ഞങ്ങൾ പെന്തിക്കോസുകാരാ. പക്ഷെ യേശു പറഞ്ഞു, ഇവന് രക്ഷ ഇപ്പോഴാ വന്നത്. ദൈവമക്കളെ, വളരെ ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാണുക. എൻ്റെ പേരല്ല വലുത്, ഞാൻ അബ്രഹാമിന്റെ പാരമ്പര്യം പറയുന്നതല്ല വലുത്. ക്രിസ്തുവിനകത്ത് വന്നെങ്കിലേ എനിക്ക് രക്ഷയുള്ളൂ. ഈ വാതിലിനകത്ത് കയറിയെങ്കിലേ എനിക്ക് രക്ഷയുള്ളൂ. ഇന്ന് പകൽ എൻ്റെ വാക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പേരോ പ്രശസ്തിയോ കുടുംബമോ എൻ്റെ തൊഴിലോ ഒന്നുമല്ല വലുത്. ക്രിസ്തുവിലായാൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. ഈ വാതിലിനകത്തെ രക്ഷയുള്ളൂ. കൃപ, ദൈവകൃപ. അപ്പോസ്തല പ്രവൃത്തിയിൽ വിളിച്ചു പറയുന്ന അപ്പോസ്തലന്മാർ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ,
മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ, എന്തൊക്കെ പറഞ്ഞ് അഭിമാനിച്ചാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇതിനകത്ത് വരാത്തിടത്തോളം കാലം എനിക്ക് രക്ഷയില്ല. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, കാലാകാലങ്ങളിലായി ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടച്ചാട്ടെ. എല്ലാം പ്രിയപ്പെട്ടു ദൈവസന്നിധിയിലെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് കയറി. മറക്കരുത്, പെട്ടകത്തിനകത്തിരിക്കണം. രക്തം പുരട്ടിയ വീട്ടിനകത്തിരിക്കണം. പുറത്തിറങ്ങരുത്. പുറത്ത് സംഹാരകനുണ്ട്. പ്രമാണത്തിനകത്തിരിക്കുന്നിടത്തോളം കാലം എനിക്ക് രക്ഷയുണ്ട്, ഞാൻ രക്ഷപ്പെടും. അല്ലാത്തിടത്തോളം സംഹാരകന്റെ കയ്യിൽ അകപ്പെടാൻ സാധ്യതകളുണ്ട്. ഇന്ന് പകൽ ഒരുമിച്ച് ദൈവത്തോട് പറ, കർത്താവേ, പ്രമാണത്തിൽ നിൽക്കാനുള്ള കൃപ എനിക്ക് തരണമേ. കൃപ, ദൈവകൃപ. എനിക്ക് തോന്നുമ്പോൾ പുറത്തിറങ്ങിപ്പോയാൽ സംഹാരകൻ എപ്പോഴാണ് ചുറ്റിത്തിരിയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പ്രമാണത്തിൽ നിൽക്കുന്നിടത്തോളം കാലം മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. പ്രമാണത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എനിക്ക് രക്ഷയില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, പ്രമാണത്തിനകത്ത് നിൽക്കാനുള്ള കൃപ എനിക്ക് തരണമേ. യെസ്, ഹല്ലേലൂയ. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോടൊന്ന് യാചിക്കാം. കർത്താവ് തന്ന രക്ഷ ഓർത്ത് ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്യാമോ? യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയുടെ തലമുറയിൽ നോഹയും കുടുംബവും മാത്രമല്ല, എത്രയോ കുടുംബങ്ങൾ അവിടെയുണ്ട്. എന്നാൽ നോഹയ്ക്കാണ് കൃപ ലഭിച്ചതുപോലെ ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മുടെ ചുറ്റുപാടുകൾ അനേകരുണ്ടായിട്ട് ഈ കൃപ എനിക്ക് ലഭിച്ച് ഈ പെട്ടകത്തിനകത്ത് കയറാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നല്ലോ. ഒരുമിച്ച് അല്പസമയം ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവെ, കൃപയാൽ ഈ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറാൻ, യേശുവാകുന്ന പെട്ടകത്തിനകത്ത് കയറാൻ എനിക്ക് തന്ന സാവകാശത്തിനായി സ്തോത്രം, എനിക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. കൃപ, ദൈവകൃപ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തില് ഞങ്ങൾ ജയമെടുക്കുന്നു. ദൈവകൃപ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി കർത്താവേ ഞങ്ങളുടെ മേലെ അവിടുന്ന് പകർന്നാട്ട്. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കൃപ, ദൈവകൃപ. നമുക്കതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്താണ്. ആ വാതിലുകൾക്കകത്ത് നിൽക്കാനായിട്ട് കർത്താവ് കൃപ തരട്ടെ. നമുക്കതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനം അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് അവിടെ വിരാമം കൊടുക്കുന്നു. കർത്താവ് ഇവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.